here inside my house. This is my house, Sahadeva Mandiram, Olagatiyambalam, PO Mavelikal, Bharnikavu village, Pallikal Naduvile Muri. Now the time is 10:19. Here I am, okay. This is the SNDP building. You can see the SNDP building. And this is my house. Here I am. One car came there. KL 31T 9785. KL 31T 9785. I'm gone now. This is my house. Here I am. These criminals are always creating nasty stories, okay, which is not at all true actually. Utter fake stories these bastards are creating actually. Utter fake stories, you know. How people can be this fake, I can't even understand actually. This fake, such bastards I have never seen actually. My goodness, at what time these criminals born actually, the worst timing actually, the worst timing. They are paka criminals actually. ഇതുപോലത്തെ ക്രിമിനലുകൾ എന്തുവാ ഏത് നേരത്താണോ ഇവനൊക്കെ ജനിച്ചത്? പക്ക ക്രിമിനലുകൾ എങ്ങാണ്ട്, തേർഡ് റേറ്റ് ക്രിമിനൽസ് എങ്ങാണ്ട് എന്താ സത്യസന്ധത എന്ന് പറയുന്നത് ഇല്ലാത്ത കുറേ എന്താ തേർഡ് റേറ്റ് ബാസ്റ്റേഴ്സ് ആക്ച്വലി. നാണോ മാനോ ഇല്ലാതെ ഇങ്ങനെ നാണോ മാനോ വിറ്റ് ജീവിക്കുന്ന തെണ്ടികൾ. നാണോ മാനോ വിറ്റ് ജീവിക്കാൻ ഇത്രയ്ക്ക് എങ്ങനെ പറ്റുന്നെന്നുള്ളതാണ്. നാണോ മാനോ ഇല്ലാത്തവന്മാർ ഇത്രയും. നിൻ്റെയൊക്കെ നാണോ മാനവും വിറ്റങ്ങ് ജീവിച്ചാൽ മതി. നീയൊക്കെ മനസ്സിലായില്ലേ? വല്ല പെണ്ണുങ്ങളുടെ ഒന്നും നാണോ മാനോ വിറ്റ് ജീവിക്കാൻ നീ നടക്കണ്ട. ഒരു ജോബ് ലോസ്റ്റ് ഇൻഷുറൻസ്, അങ്ങനെ പല രീതിയിലുള്ള ഇൻഷുറൻസ് മോഷണമാണ് ജോലി. ജോബ് ലോസ്റ്റ്, അങ്ങനെ നമ്മളൊക്കെ പോയി കഷ്ടപ്പെട്ട് മംഗലാപുരത്തുമൊക്കെ 5 വർഷം സ്പെൻഡ് ചെയ്ത് നല്ല ഒന്നാമതായിട്ട് LLB പഠിച്ചതൊക്കെ കൊണ്ട് കണ്ടവർക്ക് പുട്ടടിക്കാൻ. ഒരു പ്രീത എസ് പണിക്കർ എന്ന് പറയുന്ന ഏതോ ഒരു കെട്ട നേരത്ത് ജനിച്ചൊരു കെടുമ്പുണ്ട്. അവളും അവിടെ തേർഡ് റേറ്റ് മക്കളും ഇങ്ങനെ നടക്കുക, ആളുകളെയൊക്കെ കൊന്നു കൊല വിളിച്ച്. വെറും ബാസ്റ്റേഴ്സ് ആക്ച്വലി. ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ ഭൂമിക്ക് ഭാരമാണ് സത്യത്തിൽ. ഭൂമിക്ക് ഭാരം. ഇത്ര കള്ളരെ പിടിച്ച് ഭൂമി എങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു ഇങ്ങനെ? ഇതുപോലത്തെ കള്ള ജാതികൾ. ഇവരൊക്കെ തൊടുന്നടം അശുദ്ധമാവും. അത്ര നാറികളാണ് തൊടുന്നടം. എങ്ങാണ്ട് കെടുമ്പൊക്കെ എന്തൊരു ഇതാണെന്നറിയോ? വെറും നമ്മളിപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല, അല്ല ഡിന്നറും കഴിക്കത്തില്ല. എന്നിട്ട് നമ്മളുടെ അങ്ങ് അടിച്ച് വീർപ്പിക്കുക, ബ്ലോട്ടിങ് ഗ്യാസിൻ്റെ പരിപാടികൾ, അങ്ങനെ പല ഇതാണ്. പിന്നെ പോയിസണസ് ഗ്യാസ് അടിക്കുക, പല വേലകളാണ് ഇങ്ങനെ. ഭയങ്കര എന്താ പറയുന്നത്, ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അതെല്ലാം. അയാളുടെ പേര് ബിനു VP എന്നാണ് അവൻ്റെ പേര്. അവൻ കണ്ടല്ലൂർക്കാരനാണ്. നിങ്ങൾക്ക് തിരക്കാം. അവനെന്ന് പറയുന്നത് കണ്ടല്ലൂർക്കാരനാണ്. എന്നിട്ട് അവൻ കമ്പ്യൂട്ടർ സയൻസിലാണ് PhD. എന്ത് PhD ആണെന്ന് ഇവന്? ആര് കൊടുത്തോ ഇവന് ഈ കള്ളന് PhD? ഞാൻ പറഞ്ഞു ടെക്നോളജി എന്തോ സയൻസ് എൻജിനീയറിങ് ആൻഡ് ടെക്നോളജി റൂൾസ് ദിസ് വേൾഡ്. വേറെ ആൾക്കും ജീവിക്കാൻ പറ്റത്തില്ലെന്ന്, നേരായ മാർഗത്തിൽ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. ടെക്നോളജിയൊക്കെ ഈ വേൾഡ് റൂൾ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ടെക്നോളജി വെച്ച് എന്തോ അങ്ങ് നടക്കുന്നു. ഇപ്പോൾ AI ഒക്കെ ഉണ്ടല്ലോ, AI അങ്ങനെ പല ഇത് കള്ളത്തരങ്ങളൊക്കെ ഒപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളിവിടെ ആയിരിക്കും. പക്ഷേ AI വെച്ച് നമ്മൾ വല്ലയിടത്തൊക്കെ ആണെന്നുള്ളത്. പക്ഷെ ഞാൻ എപ്പോഴും നമ്മുടെ ലൈവായിട്ട് നമ്മൾ ഇതെടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എൻ്റെ യൂട്യൂബിൽ. എല്ലാം ലൈവായിട്ട്, ഇവരുടെ കള്ളത്തരമല്ല, എല്ലാം ലൈവായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? AI ഒക്കെ ഇരുന്നാൽ മതി. AI ക്രിയേറ്റ് ചെയ്തതൊക്കെ മനസ്സിലാവും. ഫോറൻസിക് ടെസ്റ്റിലൊക്കെ AI എല്ലാം തുരത്തി ഓടിക്കും. കള്ളത്തരങ്ങളൊക്കെ ആളുകൾക്കെല്ലാം മനസ്സിലായില്ലയോ? നമ്മളെവിടെയാണെന്നുള്ളതിന് നല്ല തെളിവ് ഞാൻ കൊടുക്കുന്നുണ്ട്. വേണ്ടേ? അതിനാണ് ഈ തെളിവ് കൊടുക്കുന്നത്. എവിടെയാണ്, ആറുകൂടാണെന്നുള്ളതിന് നിമിഷം പ്രതി തെളിവ് കൊടുക്കുന്നതിനാണ്. നമ്മൾ എല്ലാ മണിക്കൂറിലും നമ്മൾ എവിടെയാണെന്നുള്ളതിന് നല്ല തെളിവുണ്ട്. ഇത് ഓലകെട്ടിയമ്പലമാണ്, ഭരണിക്കാവ് വില്ലേജാണ്, പള്ളിക്കൽ നടുവിലെ മുറി. ഇത് വാർഡ് നമ്പർ 1 ആൻഡ് ഹൗസ് നമ്പർ ഈസ് 89, നോട്ട് എനിവെയർ എൽസ്. ഓക്കെ, അല്ലാതെ വേറെങ്ങും അല്ല ഇത്. അപ്പം ഇങ്ങനെ പല കഥകളാണ്. നമ്മൾ കള്ള ഫേക്ക് കല്യാണ കഥകൾ, അങ്ങനെ പല ഇതാണ്. പിന്നെ നമ്മുടെ പ്രോപ്പർട്ടി അടിച്ചു മാറ്റാനുള്ള ഇത്, അങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ നടക്കുക. വസ്തുവും വകയൊക്കെ അടിച്ചു മാറ്റണം. ഇങ്ങനെ പല ഇതാണ്. എനിക്കിത് സെറ്റിൽമെൻറ്റ് ഡീഡിൽ കൂടെ കിട്ടിയതാണ്. ഇതിനകത്തൊന്നും ആർക്കും അവകാശമൊന്നും പറയാൻ പറ്റത്തില്ല, ഒരവക്കും ഒരവനും. അങ്ങനെ കിട്ടിയതാണ്, അല്ലാതെ ചുമ്മാ ഒന്നും കിട്ടിയതൊന്നുമല്ല. ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ അങ്ങ് നടക്കുക.
ഇപ്പം ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 25 ഡിസംബറാണ്. അപ്പം അപ്പോൾ ഒരുത്തി പണ്ട് ഇന്നാളിൽ തൃശ്ശൂർ പോയിട്ട് അവൾ തിരിച്ചു വന്ന്, അവൾ ഡ്രാമയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, വേറെ ആരോ ഒക്കെ കെട്ടിക്കയറി വന്നെന്നൊക്കെ, ഏതോ കുരുടൻ കെട്ടിക്കയറി വന്നെന്നൊക്കെ പറയാനായിട്ടുള്ള ഡ്രാമയ്ക്ക് അവളെ നമ്മൾ പന്തളത്തു നിന്ന് തന്നെ തിരിച്ച് തൃശ്ശൂർക്ക് പാക്ക് ചെയ്ത്, മനസ്സിലായില്ലയോ? അവൾ വിചാരിച്ച് അവിടെ കന്യകയെ വന്നിരുന്നിട്ട് ഡൂമൊക്കെ കാണിക്കുമ്പോഴത്തേന് അവളെ ഇങ്ങോട്ട് എല്ലാവരെയും കൂടെ ഡ്രാമയായിരുന്നു. ഇവളുമാർ വിചാരിച്ചിട്ട് ഇവളുടെയൊക്കെ ഡ്രാമ അങ്ങ് വിജയിക്കുമെന്നാണ് വിചാരിച്ചത്. പ്രീത എസ് പണിക്കറിൻ്റെയും രാജമ്മയുടെയും കൂടെയുള്ള ഡ്രാമയൊക്കെ വിജയിക്കുമെന്ന് വിചാരിച്ച്. പക്ഷെ നമ്മൾ അവിടുന്ന് ഇവിടെ കന്യകയെ വന്നിരുന്നിട്ട് എന്നെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡ്രാമയൊക്കെ നടത്തി. ഇവിടെ എടുക്കും, ഈ സൈസൊക്കെ എടുക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പം കന്യാക്കാർ പറഞ്ഞ് പോലീസിനെ വിളി, 10 ലക്ഷം വാങ്ങിച്ചവൾ കൊണ്ടുപോയാൽ മതി, അല്ലാതെ ഇവിടെ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. അല്ലേ വേറെ ഇവിടോട്ട് കയറ്റത്തില്ല. അവളുടെ അച്ഛനൊന്നും സമ്പാദിച്ചതല്ല ഇത്, രാജമ്മയുടെ അച്ഛൻ സമ്പാദിച്ചതല്ല അവൾ ഇങ്ങോട്ട് കയറി വരാൻ. അവിടെ വല്യത്ത് പോട്ടെ അവിടെ അച്ഛൻ സമ്പാദിച്ചെടുത്ത്, അവരുടെ അച്ഛൻ സമ്പാദിച്ചത് വല്യത്ത്, അവിടോട്ട് പോയി പൊറുക്കട്ടെ, അല്ലാതെ ഇങ്ങോട്ട് പൊറുക്കാൻ വരാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കണം, അങ്ങനെ ഭയങ്കര ഓട്ടോയെ കയറി ഇങ്ങോട്ട് വന്ന് ആരാണ്ട് വെന്നെന്നുള്ള കഥകളൊക്കെ ഉണ്ടാക്കാമെന്ന് അവൾ വിചാരിച്ചത്. അവളെ ഇപ്പം കന്യകക്കാർ ഫോൺ എടുക്കത്തില്ല, അവരുടെ ഡ്രാമ. ഇപ്പം കന്യകക്കാരിപ്പം ഫോൺ എടുക്കത്തില്ല. അങ്ങനെ വലിയ ഡ്രാമയ്ക്ക് ഒത്തിരി പേരെ അങ്ങ് കൂട്ടുപിടിക്കുക, ഡ്രാമയ്ക്ക് ഇങ്ങനെ പോകുന്നിടത്തെല്ലാം ഇങ്ങനെ ഡ്രാമയുമായിട്ട് നടക്കുക.